നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് പോവാട്ടോ ഫ്രണ്ട്സുമായിട്ട് വാഗമണില്. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പാലായിൽ നിന്ന് വാഗമണിൽ നമ്മൾ പെട്ടെന്ന് എത്തും കേട്ടോ. പോണ വഴിക്ക് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ സ്വന്തം ആനവണ്ടി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അതിൻ്റെ കുറിച്ച് കുറച്ച് നേരം പോയി നമ്മൾ ഈ വ്യൂ പോയിന്റിൽ ഒരു ബ്രേക്ക് എടുത്തു. എന്നിട്ട് ആ വ്യൂ എൻജോയ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു. നമ്മൾ അങ്ങനെ നമ്മുടെ സ്റ്റേയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളിത് താമസിക്കാൻ പോകുന്ന സ്റ്റേ, ഇത് ഹെയ്ഡേ. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരെയും ഒന്ന് കണ്ട് ഹലോ ഹായ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ റിസോർട്ട് കാണുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം എത്തിയപ്പോൾ ചെറിയ കോടയൊക്കെ ഇറങ്ങിയിട്ട് ചെറിയൊരു തണുപ്പിക്കായിട്ട് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് കുറച്ചേരം ഞങ്ങൾ പുറത്തൂടെ നടന്നു. പിന്നെ നമ്മുടെ പാർട്ടി, നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ആഘോഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനോട് കൂടിയാണ്. പിന്നെ നെക്സ്റ്റ് പരിപാടി, മെയിൻ പരിപാടി എന്ന് വേണമെങ്കിലും പറയാം. ഈ പൂള് കണ്ടപ്പോൾ തൊട്ട് ചാടാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ പിള്ളേർക്ക് തണുക്കുന്നില്ലായിരുന്നു, എങ്ങനെ സാധിക്കുന്നോ എന്തോ. പക്ഷേ ഇവർക്ക് തണുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി. എന്നിട്ട് നമ്മളിത് ഈ ഒരു സ്പേസിൽ വന്നോട്ടെ. ഇത് ആ പൂളിൻ്റെ താഴെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു സ്പേസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഐഡിയ ആണത്. ഒരു സൈഡിൽ പ്ലേ പെൻ ഉണ്ട്, അപ്പോൾ പിള്ളേർ അവിടെ സേഫായിട്ട് കളിക്കും, നമുക്കൊണ്ട് നമ്മുടെ ക്വാളിറ്റി ടൈം കിട്ടും. അത് കഴിഞ്ഞ് ഇതേ കുറച്ച് കഴിഞ്ഞ് കുട്ടിപ്പട്ടാളം ഫ്ലാറ്റ്. പിന്നെ കുറേ നേരമൊക്കെ നമ്മൾ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് നമ്മളും കടന്ന് രാവിലെ നേരെ എഴുന്നേറ്റ് വന്ന് കാപ്പിയും ചായയൊക്കെ കുടിച്ച് അവിടുത്തെ മോർണിംഗ് വ്യൂ എൻജോയ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് നേരം അങ്ങനെ ഹെറ ബേബിയുടെ കൊടുത്ത് കളിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ കുഞ്ചു വന്നു മീ ചേച്ചി ഹെറ ബേബി ഊഞ്ഞാലാടണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ ഊഞ്ഞാലാടി. ആ സമയത്ത് ബാക്കി എല്ലാവർക്കും കുറേ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ മോർണിംഗ് വൈബ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പാട്ടൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് നേരം കിടന്ന് ചുമ്മാ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ പിള്ളേരെയായിട്ട് നമ്മൾ റെഡി ആവാനൊക്കെ വന്നു. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ റീൽസ് എടുക്കാനുള്ള സ്റ്റെപ്പ് പഠനവും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ രണ്ടും കൂടെ ഒടിപ്പിച്ച് വിടാൻ പറ്റില്ല, ഇടയ്ക്ക് ആൾ വേണം. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ റീൽസ്. അങ്ങനെ അതും എടുത്ത് എല്ലാവരും കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു. അപ്പൊ ടാറ്റാ.